നമസ്കാരം, ഋഷി പ്രോക്സം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ജൂലൈ മാസത്തിലെ ഓരോ രാശിക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പ്രത്യേകം വീഡിയോകളായിട്ട് അവതരിപ്പിച്ചു വരികയാണ്. മേടം, ഇടമം, മിഥുനം, കർക്കിടകം എന്നീ 4 രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ജൂലൈ മാസത്തിലെ ചിങ്ങക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് കർമ്മ വിജയം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിലൊക്കെ കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ കുടുംബസൗഖ്യവും ബന്ധുജനങ്ങളുടെ ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഭൂമി, വാഹനം എന്നിവയിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ കാര്യങ്ങളിൽ പ്രമോഷൻ പോലെയുള്ള ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നതാണ്. കർമ്മമേഖലയിൽ പൊതുവെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ കർമ്മമേഖലയിൽ നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങളും ലഭിച്ചേക്കാം. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ്സുകാരായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്കും അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് സാമ്പത്തികമായി പ്രശ്നങ്ങളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ട്. വരവും ചെലവും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. ചെലവുകൾ വളരെ കരുതലോടുകൂടി ചെയ്യുക. കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൊക്കെ മേൽനോട്ടം വഹിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മാനസികമായി സന്തോഷമുണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കും മധ്യവയസ്കരായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്കുമൊക്കെ നല്ല സമയം തന്നെയായിട്ട് പറയാം. ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസങ്ങൾ ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അതിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. വിദേശ യോഗം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രതികൂല മനോഭാവമൊക്കെ സൂക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് ചിങ്ങക്കൂറുകാർ ജൂലൈ മാസത്തിൽ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ക്ഷേത്രങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ഭാരവാഹിത്വം വഹിക്കാനും ചുമതലകൾ പുതിയതായി ലഭിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കടുംപായസവും പാൽപായസവും ഒക്കെ നടത്തി ദോഷത്തെ കുറയ്ക്കുക, ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുക. ചിങ്ങക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് അവതരിപ്പിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.